ജമ്മുകാശ്മീരിൽ വാഹന അപകടത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു. പൂഞ്ച് സെക്ടറിൽ ബൽനോയ് മേഖലയിലാണ് സൈനിക വാഹനം റോഡിൽ നിന്നും നിയന്ത്രണം വിട്ട് താഴേക്ക് വലിച്ചത്. 18 സൈനികർ വാഹനത്തിലുണ്ടായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും 4 പേരുടെ നില ഗുരുതരമാണെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, 5 സൈനികർക്കാണ് വീരമൃത്യു. എങ്ങനെയാണ് അപകടമുണ്ടായത്? മറ്റു വിവരങ്ങൾ കൂടി. ഇന്ന് വൈകിട്ടാണ് ജമ്മു കാശ്മീരിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 5 സൈനികർ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. ഈ അപകടത്തിൽ 11 പേരെ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 4 പേരുടെ നില ഗുരുതരമാണ് എന്നതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് പൂഞ്ച് സെക്ടറിൽ ബൽനോയ് മേഖലയിൽ സൈനിക വാഹനം റോഡിൽ നിന്ന് തെന്നി 300 അടി താഴ്ചയിലേക്ക് മലയിടുക്കിലേക്ക് പതിച്ചത്. അപകടമുണ്ടായ ഉടൻ തന്നെ സൈന്യത്തിന്റെയും ഒപ്പം ജമ്മു കാശ്മീർ പോലീസിന്റെയും ക്വിക്ക് റിയാക്ഷൻ ഫോഴ്സും ഒപ്പം മറ്റ് സംവിധാനങ്ങളും എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി. അതിന്റെ ഭാഗമായാണ് പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. 11 മദ്രാസ് ലൈറ്റ് ഇൻഫൻട്രിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നും 5 പേർ വീരമൃത്യു വരിച്ചു എന്നുള്ളതുമാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടത് ഈ മഞ്ഞുവീഴ്ച കാരണമാണോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട്. ബൽനോയിലെ സൈനിക ക്യാമ്പിലേക്ക് പോകുന്ന പൂഞ്ച് സെക്ടറിൽ ബൽനോയിലെ സൈനിക ക്യാമ്പിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് നിയന്ത്രണം വിട്ടുകൊണ്ട് റോഡിൽ നിന്ന് ഏകദേശം 300 അടി താഴേക്ക് പതിച്ചത്. ഈ അപകടത്തിലാണ് 5 സൈനികർക്ക് വീരമൃത്യു വരിച്ചത്. 11 മദ്രാസ് ലൈറ്റ് ഇൻഫൻട്രിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ശരി, ജിഷ്ണുവാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ.